ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചരിയും തേങ്ങയും ചേർത്തിട്ട് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഞാനൊരു 2 കപ്പ് പച്ചരി ഒരു 2 മണിക്കൂറൊന്ന് കുതിർത്തെടുത്തതാണ് ഇത്. ഇനി ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കൊരു കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് മഷി പോലെയൊന്നും അരച്ചെടുക്കണ്ട, ഒരു തരുതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അരച്ച മാവ് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി അരിപ്പയിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഈ മാവിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് വറുത്ത് ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് നട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മുന്തിരി വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മാവിലേക്ക് ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടി നെയ്യോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി മാവ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓട്ടപാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കറക്റ്റ് ഒരു 25 മിനിറ്റ് ആയപ്പോൾ എനിക്കിത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. 4 മണി ചായയുടെ കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.